എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. വന്യമൃഗശല്യവും കാർഷിക വിളകളുടെ വിലയിടിവും. മലപ്പുറം ജില്ലയിലെ മലയോര കർഷകർ പ്രതിസന്ധിയിൽ. മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നു വിളയിച്ച മലയോര കർഷകർ ഇന്ന് അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ്. റിപ്പോർട്ടിലേക്ക്. Super Absorbent Poppy's Diapers. ആരും കാണാത്ത, ആരും കാണാൻ ശ്രമിക്കാത്ത ദുരിതം പേറുന്ന മലയോര കർഷകരുടെ പ്രശ്നങ്ങളിലേക്കാണ് ഇന്ന് എ+ വിഷൻ ഇറങ്ങിച്ചൊല്ലുന്നത്. മലയോരത്തിൻ്റെ മണ്ണിൽ പൊന്ന് വിളയിച്ച് നമ്മുടെ നാടിൻ്റെ സമ്പത്തിൽ വലിയൊരു പങ്ക് സംഭാവന ചെയ്ത് നാടിനെ പുരോഗതിയിലേക്ക് നയിച്ച കർഷക കുടുംബങ്ങൾ ഇന്ന് ദുരിതത്തിലാണ്. കാർഷിക വിളകൾക്ക് വിലയില്ല എന്നതിനപ്പുറം കൃഷിയിടങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ വന്ന് നടത്തുന്ന വലിയൊരു ആക്രമണം കർഷകൻ്റെ സ്വപ്നങ്ങൾക്ക് മീതെയുള്ള ഒരു ചവിട്ടിമെതികൽ കൂടിയായി മാറുകയാണ്. ബാങ്കുകളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ പണം വായ്പയ്ക്കെടുത്ത് മണ്ണിൽ അധ്വാനത്തിലൂടെ കൃഷി വിളയിക്കുന്ന കർഷകൻ്റെ സ്വപ്നങ്ങൾ രാത്രിയുടെ മറവിൽ വന്യമൃഗങ്ങൾ ചവിട്ടി നശിപ്പിക്കുകയാണ്. തങ്ങളുടെ കൃഷിയുടെ നഷ്ടപരിഹാരത്തിനായി വനംവകുപ്പിൻ്റെ ഓഫീസുകൾ കയറിയിറങ്ങി അവരുടെ ചെരുപ്പുകൾ തെയ്യുന്നതല്ലാതെ കൃത്യമായ ഒരു നഷ്ടപരിഹാരം വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്നില്ല. നശിപ്പിക്കപ്പെടുന്ന കൃഷിയുടെ 10% താഴെയാണ് പലർക്കും നഷ്ടപരിഹാരമായി ലഭിക്കുന്നത്, അതും വർഷങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം. കാർഷിക രാജ്യമായ ഇന്ത്യയിൽ നമ്മുടെ വിശപ്പടക്കുന്ന കർഷകൻ്റെ കണ്ണീരിന് മുമ്പിൽ കണ്ണു തുറക്കാതെ, ചെവി കൊടുക്കാതെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തുടരുന്ന ഈ നയം നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹം കൂടിയാണ്. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിലാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കർഷകർ കൃഷി ഇറക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ജില്ലയുടെ മലയോര മേഖലകളായ നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ മണ്ഡലപരിധികളിലാണ്. 26 പേരുടെ ജീവനുകളാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ ഇതുവരെ പൊലിഞ്ഞത്. 7ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് കാട്ടുപന്നികൾ വാഹനങ്ങൾക്ക് നേരെ ചാടിയുണ്ടായ അപകടത്തെ തുടർന്നാണ്. കരുവാരകുണ്ടിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിലും ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. 10 കോടിയിലേറെ രൂപയുടെ കാർഷിക വിളകളും ഇതിനോടകം വന്യമൃഗങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. കർഷകന് നഷ്ടമാകുന്ന കാർഷിക വിളകളുടെ 10% പോലും വനംവകുപ്പ് നഷ്ടപരിഹാരമായി നൽകുന്നുമില്ല. വർഷങ്ങളായിട്ട് കൃഷിക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ഒന്ന്, 30 വർഷം മുമ്പുള്ള വില ഇപ്പോഴും ഉയർന്നിട്ടില്ല. തേങ്ങക്കാണെങ്കിലും അതേപോലെ അടയ്ക്കാണെങ്കിലും മറ്റുള്ള വാഴ അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വില കുറവ്. രണ്ടാമത് ഇതിൻ്റെയൊക്കെ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം, അതേപോലെ തന്നെ കൃഷി നശിക്കുക, കവുങ്ങൊക്കെ എപ്പോഴും ഈ രോഗം വന്നിട്ട് കവുങ്ങൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മളെ ഇവിടുത്തെ കാട്ടുമൃഗശല്യം. അത് പന്നിയാണെങ്കിലും ആനയാണെങ്കിലും ഇതിനൊക്കെ ഉപരി കുരങ്ങുകളുടെ ശല്യമാണ് ഏറ്റവും വലുതായിട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് താഴത്തൊക്കെ എത്ര വേലി അടച്ചാലും മുകളിൽ കൂടി വന്നുകാണ്ട് തെങ്ങ് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മച്ചിങ്ങയൊക്കെ പറിച്ച് ഒരു നിലക്കും കൃഷിക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. അത് സാധനങ്ങൾക്ക് വിലയില്ലാത്തത് മാത്രമല്ല, ഈ കാര്യങ്ങളിലൊക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ നട്ടെല്ല് നട്ടെല്ല് ഒടിയുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതിന് അടിയന്തരമായി നമ്മളെ ഇടപെടേണ്ട കേന്ദ്രത്തിൽ നിന്നാണേലും കേരളത്തിൽ നിന്നാണേലും അതിൻ്റെ സർക്കാരുകൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്ന് കർഷകരെ രക്ഷിക്കണമെന്നാണ് നമ്മളെ അപേക്ഷ. വാഴക്കൃഷി ഈ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ കൊടും ചൂടിൽ എല്ലാ കൃഷിയും മുടങ്ങിപ്പോയി. ഒരു പൈസയും ആർക്കും ഒരു സഹായം കിട്ടിയില്ല. ബാങ്കിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് കൃഷി നടത്തുന്ന ആളുകളൊക്കെ ജപ്തി ഭീഷണിയിലാണ്. അവർ ഏത് സമയത്തും ജപ്തി ചെയ്ത് അവരൊക്കെ തെരുവിലിറങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് ഈ മലയോര കർഷകരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പിന്റെ സഹായം ലഭിക്കണമെങ്കിൽ മാസങ്ങളോളം വനംവകുപ്പ് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരും.
വനം ഓഫീസുകൾ കയറിയിറങ്ങി കർഷകരുടെ ചെരുപ്പ് തേങ്ങാനും നഷ്ടപരിഹാരം കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അല്ല, ഞങ്ങൾക്ക് കാട്ടുമൃഗത്തിന്റെ ശല്യം കാരണം ഒരു സാധനം കുഴിച്ചു വെക്കത്തില്ല. മുഴുവൻ ഇവിടെ ഒരു ആന, പിന്നെ പന്നി, ഇപ്പം എന്തെങ്കിലും വെച്ചാൽ ചീനി വല്ലതും വെച്ചാൽ ഇത് പിന്നെ ഈ മയില് അത് എന്തെങ്കിലും പറഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ പോയാൽ 10 പൈസ കിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ പോലും പൈസ കിട്ടാതെ കിടക്കുക. ഒരു കാര്യവും ചെയ്തിട്ട് കാര്യമില്ല. എന്തിന് കഷ്ടപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുക. എന്നാ ചെയ്യണമെന്നങ്ങനെ ആലോചിച്ചിരിക്കുക. എന്താ ചെയ്യുക? ആരോട് പറയുക? എന്ത് ചെയ്യുക? ഞങ്ങൾക്ക് വരുന്ന ദുരിതം ഇതുകൊണ്ടൊരു ദുരിതം അനുഭവിക്കാനില്ല. കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു സാധനവും കുഴിച്ചു വെച്ചാൽ നേരം വെളുക്കുന്ന മുമ്പ് പന്നിയും പിന്നെ ആനയും എല്ലാം എന്തെങ്കിലും വേണമെങ്കിൽ പച്ചപ്പുള്ള കോയിൽ പിന്നെ ഈ മയില് ഇന്ന് വേണ്ട മൃഗങ്ങളുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റുകയില്ല. വന്യമൃഗത്തിന് പുറമെ കാർഷിക വിളകൾക്ക് താങ്ങുവിലയില്ലാത്തതും കർഷകരെ ഏറെ വലയ്ക്കുന്നു. രാസവളങ്ങളുടെ അമിതമായ വിലവർദ്ധനവ്, കൂലിച്ചെലവ് ഉൾപ്പെടെ ഉണ്ടായ വൻ വർധനവ് ഇതെല്ലാം കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും കുടിയേറിയ മലയോര കർഷക കുടുംബങ്ങളും അവരുടെ പിന്മുറക്കാരുമാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൃഷിയിടങ്ങളിലുള്ളത്. മലപ്പുറത്തിന്റെ കൃഷിയിടങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. പല കർഷകരും ബാങ്കുകളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പണം കടം വാങ്ങിയാണ് കൃഷി ഇറക്കിയത്. ഇതെങ്ങനെ തിരിച്ചടിക്കുമെന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് മലയോര കർഷകർ. നമ്മുടെ കൃഷി വളരെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മറ്റ് കാട്ടുമൃഗങ്ങളുടെയും മറ്റ് ശല്യം വളരെ സഹിക്കാൻ മേല. ഞാൻ 2 ഏക്കറോളം എനിക്ക് ചെറിയ രീതിയിലുള്ള കവുങ്ങ് കൃഷികളുണ്ടായിരുന്നു. മുഴുവൻ മഞ്ഞളിച്ച് പോയി. അതിനുശേഷം ചെറിയ വാഴക്കൃഷി, ചേമ്പ്, കപ്പ, മറ്റ് ചെറിയ വിളകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വന്യമൃഗങ്ങളുടെ ഉപദ്രവം കാരണം ഒരു രീതിയിൽ മുമ്പോട്ട് പോകാനോ കൃഷി വളരെ പരാജയമാണ്. ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ നഷ്ടത്തിലും ഒരു പൈസ പോലും നമുക്ക് സർക്കാരിൽ നിന്നാണ് ഒരു സബ്സിഡിയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നില്ല. ആനയുടെ ആയാലും പന്നി, കുരങ്ങ്, ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ല. നമ്മൾ മനുഷ്യനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് അവർ വന്ന് നശിപ്പിച്ചിട്ട് പോകും. ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളെപ്പോലുള്ള കർഷകർ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനടിയന്തരമായി ഞങ്ങൾക്ക് ഒന്നെങ്കിൽ അതിന് വേണ്ട മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം കിട്ടണം, ഞങ്ങളുടെ കൃഷികൾ രക്ഷിക്കണം, കൃഷിക്ക് വേണ്ട സഹായങ്ങൾ അതിന്റെ സമയത്ത് അതിന്റെ സബ്സിഡി ആയാലും അതിന് നിലവിലുള്ള വില ഒരുവിധം നല്ല അനുവദിയായ വില ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു വാഴ വെച്ചാൽ 250 രൂപ ഒരു വാഴയ്ക്ക് നമുക്ക് വളവും മറ്റു കാര്യങ്ങൾക്ക് മുടക്കാവുന്നുണ്ട്. ഈ വാഴ കൊണ്ടേ കൊടുത്താൽ 10-20 രൂപ കിലോയ്ക്ക് കിട്ടിയാൽ ഒരു 150 രൂപയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അത് 100 വാഴ വെച്ചാൽ ഒരു 50 വാഴ പോലും നമുക്ക് നല്ല രീതിയിൽ കേടില്ലാതെ കിട്ടിയാൽ അത് അങ്ങനെ കിട്ടിയാൽ തന്നെ അത് പന്നി മറ്റു മൃഗങ്ങളുടെ ശല്യം കാരണം നമുക്ക് ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നീക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനു വേണ്ട എല്ലാ സഹായങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടണമെന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. കർഷകരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ വന്യമൃഗശല്യം മാത്രമല്ല അവരുടെ പ്രശ്നം. കാർഷിക വിളകൾക്ക് വർഷങ്ങളായി താങ്ങുവിലയില്ലാത്തതിനാൽ കിട്ടുന്ന വിലയ്ക്ക് തങ്ങളുടെ വിളകൾ വിറ്റ് കൃഷിയിടം കാലിയാക്കേണ്ട ദുരവസ്ഥ അവർ നേരിടുന്നു. രാസവളങ്ങൾക്ക് വില കുതിച്ചുയർന്നു, കൂലിത്തൊഴിലുകൾ വർദ്ധിക്കുന്നു. അങ്ങനെ കർഷകൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പല കർഷകരും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുന്നു. വലിയൊരു പ്രയാസമാണ്, വലിയൊരു ദുരിതമാണ് കർഷകർ നേരിടുന്നത്. കർഷകരായ മാത്യു സെബാസ്റ്റ്യനോടും ഷംസുദ്ദീനോടും അതേപോലെ ബേബിയോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നാണ് പറയാനുള്ളത്: കൃഷി ഇന്ന് നഷ്ടമാണ്. കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല. മണ്ണിൽ പണിയെടുക്കുന്നവനെ അധികൃതർ അവഗണിക്കുന്നു. ഈ അവഗണനയ്ക്കൊരു മാറ്റമുണ്ടാകുമോ? കർഷകർ അത്രയ്ക്കും വെറുക്കപ്പെട്ടവരാണോ? കർഷകർ നീതി ലഭിക്കാൻ അർഹതപ്പെട്ടവരല്ലേ? കർഷകരുടെ ഈ ന്യായമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് അധികൃതരാണ്. A+ വിഷനു വേണ്ടി ക്യാമറമാൻ അക്ബറിനൊപ്പം തോമസ് കുട്ടി ചാലിയാർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.